അവകാശം നൽകി കടപ്പൂർ കരക്കാർ തോളിലേറ്റിയ കപ്പലിതാ വീണ്ടും വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. വണങ്ങി തുടർന്ന് കപ്പൽ കുരിശൻ തൊട്ടിയിലേക്ക് പ്രദക്ഷിണ വഴിയിൽ നീങ്ങുകയായി. കപ്പലിന്റെ സഞ്ചാരപാതയിൽ പ്രദക്ഷിണവേദിയിൽ 12 കുമ്പിടലുകളാണ് നമുക്ക് കാണുവാനായി സാധിക്കുക. ഈ പ്രദക്ഷിണ വഴിയിൽ കുറവിലങ്ങാടിന്റെ 18 ആത്മീയ ആചാര്യന്മാര് 18 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുമായി അനുഗമിക്കുകയാണ്. AD 105 ആരംഭിച്ചു. കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. കടൽ ക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും തങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ഭാരം കുറയ്ക്കുവാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ യോന കപ്പലിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പിത്താൻ അടുത്ത് വന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്നോ? എന്താണ് ഇതിന്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കുവാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആരു നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം ഭവിച്ചതെന്നറിയാൻ നമുക്ക് നറുക്കിടാം. അവർ നമ്മുടെ ജീവിതയാത്രയിൽ അനുനിമിഷം അമ്മ നമ്മുടെ കൂടെയാവാൻ, പാദങ്ങൾക്ക് വിളക്കായി, സൗരഭ്യമായി, സ്വപ്നങ്ങളിൽ മഴവിൽ ശോഭയായി, നമ്മിൽ നോവായി പടരുന്ന നെടുവീർപ്പും മിഴിനീരും തുടയ്ക്കുന്ന സ്വാതന്ത്ര്യ തിരമാലകൾക്ക് മുന്നിൽ ലക്ഷ്യം തെറ്റി അലയുന്ന കപ്പലിന്റെ രൂപമാണ് ഇപ്പോൾ നേർക്കാഴ്ചകളായി അവതരിപ്പിക്കപ്പെടുക. കടൽ ക്ഷോഭത്തിൽപ്പെട്ടിരിക്കുന്നു കപ്പൽ. ദിശ തെറ്റിപ്പോകുന്നു കപ്പലിന്. സ്ഥിരതയില്ലാതാകുന്നു കപ്പിത്താന്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചു വശായി ദൈവത്തെ വിളിച്ചു പറയുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് ആ കപ്പലിനുള്ളിൽ. ദൈവത്തോട് ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ നിലവിളിക്ക് ആ ദൈവം ഉത്തരം നൽകുന്നുണ്ടോ എന്ന് ഈ കപ്പൽ പ്രദക്ഷിണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ആ ഒരു ഉത്തരം ദൈവം നൽകുന്നുണ്ട്. ഏതു സംഘർഷത്തിലും ദൈവത്തിന്റെ സാന്നിധ്യമാണ് ശാന്തതയായി, സമാധാനമായി, അനുഗ്രഹമായി മനുഷ്യവർഗത്തിന്റെ മേൽ പെയ്തിറങ്ങുക. ഇതാ സംഘർഷത്തിൽപ്പെട്ട്, കടൽ ക്ഷോഭത്തിൽപ്പെട്ട് തകരുമെന്നുറപ്പാകുന്ന ഒരു കപ്പലിന്റെ ചിത്രം കടപ്പൂർ നിവാസികളുടെ